വി ഡി സതീശനെ എന്തുകൊണ്ട് കേരളം ഒന്നടങ്കം നുണേശൻ നുണേശൻ എന്ന് വിളിക്കുമ്പോൾ ചിലർക്ക് ഇന്നും ബോധ്യപ്പെട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ചിലർക്ക് ഇനിയും ബോധ്യപ്പെട്ടില്ലെങ്കിൽ ഇന്നത്തെ സതീശന്റെ ഒരു പ്രതികരണം കാണിച്ചു തരാം. നിങ്ങൾ കണ്ണാലെ കണ്ട കാര്യം, ചെവിയാലെ കേട്ട കാര്യം, അതും ആരും പറഞ്ഞു കേട്ടതല്ല, നിങ്ങൾ കണ്ടത്, നിങ്ങൾ കേട്ടത്. അങ്ങനെയുള്ളൊരു കാര്യത്തെ നിങ്ങളുടെ മുന്നിൽ വന്നിട്ട് ഒരു വ്യക്തി നിഷേധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് തോന്നും? നിങ്ങൾ കണ്ടു, നിങ്ങൾ കേട്ടു. ആ സത്യത്തെക്കുറിച്ച് കൃത്യമായി അറിഞ്ഞ നിങ്ങളോട് സതീശൻ ഇന്നിപ്പോ സുധാകരന്റെ ഫേസ്ബുക്ക് കുറിപ്പ് പുറത്തു വന്നു. നിങ്ങൾ എല്ലാവരും കണ്ടു, എല്ലാവരും വാർത്തയാക്കി. കണ്ണൂരിനെ സംബന്ധിച്ച് അതിവൈകാരികമായ അദ്ദേഹത്തിന്റെ കുറിപ്പും AICC യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി കേരളത്തിലെ വീട്ടിൽ വന്ന അദ്ദേഹം ആ വീട്ടിൽ തന്നെ കോൺഗ്രസ്സുകാരെല്ലാം അദ്ദേഹത്തെ സന്ദർശിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ സതീശൻ ആ ഫേസ്ബുക്ക് കുറിപ്പിനെ കുറിച്ച് പറഞ്ഞതൊന്ന് കേട്ടെ. ഞങ്ങൾ അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിന് അറിയില്ല അങ്ങനെ ഒരു ഫേസ്ബുക്ക് ഉള്ള കാര്യം. അത് അദ്ദേഹം അന്വേഷിക്കാമെന്നാണ് പറഞ്ഞത്. അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത് അദ്ദേഹം അറിഞ്ഞിട്ടില്ല എന്നാ. അദ്ദേഹം അന്വേഷിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് കൃത്യമായ പാർട്ടിയോടുള്ള കൂറും നിലപാടുമുള്ള ആളാണ് അദ്ദേഹം. ഞങ്ങളോട് അത് വ്യക്തമാക്കിയിട്ടുണ്ട്. കേട്ടല്ലോ, എങ്ങനെ ഒരു മനുഷ്യന് ഇത് സാധിക്കുന്നു എന്നാണ്. അതായത് താൻ എന്ന വ്യക്തി അയാൾ മറ്റൊരു വ്യക്തിയെയും പരിഗണിക്കുന്നില്ല, നീയൊക്കെ വേണമെങ്കിൽ ഇത് വിശ്വസിച്ചാൽ മതി എന്ന മനോഭാവക്കാരൻ. ഒന്ന് ആലോചിച്ചേ, ഒരു മനുഷ്യന് ആദ്യമായി വേണ്ട ബേസിക് ക്വാളിറ്റി എന്താണ്? തൻ്റെ വാക്കുകൾ അത് കൃത്യമായിരിക്കണം. അയാൾ എന്ന വ്യക്തിയെ അയാളുടെ വാക്ക് കേൾക്കുമ്പോൾ ഒരിക്കലും പരിഹസിക്കാൻ തോന്നരുത്. ആ നിലയ്ക്കായിരിക്കണം ഏതൊരു വിഷയത്തിലും നമ്മൾ വാക്കുകൾ പറയേണ്ടത്. സതീശന്റെ കാര്യത്തിൽ നിങ്ങൾ കണ്ട കാര്യത്തെയും കേട്ട കാര്യത്തെയും ഇങ്ങനെ നിഷേധിക്കുകയാണെങ്കിൽ ഇയാളെന്ന വ്യക്തിയെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് നമ്മുടെ നാട്ടിൽ പറയില്ല, ഈ പെരുങ്കള്ളന്മാർ, പെരുന്നുണയന്മാർ എന്ന് പറഞ്ഞാൽ, കാര്യം നമ്മൾ കയ്യോടെ പിടിച്ചാലും ഇപ്പോൾ കള്ളം ചെയ്യുന്നത് സതീശന്റെ ഒക്കെ ഒരു ആറ്റിറ്റ്യൂഡ് അനുസരിച്ച് മോഷണം കയ്യോടെ പിടിച്ചാലും ആ പ്രതി ആദ്യം സമ്മതിക്കൂ? ഒരിക്കലും സമ്മതിക്കില്ലല്ലോ. എന്ത് പറയും? ഞാൻ കള്ളനല്ല എന്ന് പറയും, ഞാൻ നുണയനല്ല എന്ന് പറയും. അതുപോലെ ഈ സമൂഹത്തിന്റെ മുന്നിൽ, ഈ നാടിന്റെ മുന്നിൽ ഒരു പെരും നുണയനായ വ്യക്തി ബാക്കിയുള്ളവരെ എല്ലാം മണ്ടനാക്കി സ്വയം ഒരു ബുദ്ധിമാൻ ചമയുന്ന രീതിയാണ് നിങ്ങൾ കണ്ടത്. ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതേ കാര്യം കേരളത്തിലെ ഏതെങ്കിലും ഒരു CPM നേതാവാണ് പറഞ്ഞതെങ്കിൽ എങ്ങനെയായിരിക്കും കേരളത്തിലെ മാധ്യമങ്ങൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയുണ്ടാകാം? അതിനെ പോസ്റ്റ്മോർട്ടം നടത്തിയനെ. പക്ഷേ എത്ര ലഘൂകരിച്ചാണ് സതീശൻ പറയുന്ന വാചകങ്ങളെ മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യുന്ന ആ സ്വരം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം.